ഇന്നത്തെ വീഡിയോ പോച്ചറിനൊരു ആന്റിന. കാലങ്ങളായി ഒടിഞ്ഞു കിടക്കുന്ന ആന്റിനയായിട്ടാണ് നമ്മുടെ പോച്ചറിന്റെ നടത്തം. കൊട്ടിയത്ത് പജേറോ പണിയുന്ന സ്ഥലമില്ലാത്തതുകൊണ്ട് മാരുതിയുടെ ഓതറൈസ്ഡ് ഡീലർ ആയിട്ടുള്ളതായി ഹെൽപ്മേറ്റിലെത്തിയത്. സംഭവം ഒറിജിനലൊന്നും അല്ല, പക്ഷെ ഷോ ക്വാളിറ്റി മാത്രമേ ഇതിന്. ഇലക്ട്രോണിക്സിൽ ബിരുദധാരി അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചു. ഇത് പഴയ ഫൗണ്ടേഷനിൽ വെക്കാനുള്ളതാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഇത് റബ്ബർ കുഷ്ണാക്കികളാണെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായി. പിന്നെ നമ്മളെ കാണിക്കാൻ ഒരു വാറന്റി കാർഡ്. സ്റ്റോക്കേ വാങ്ങിക്കൂന്നും പറഞ്ഞിരിക്കുന്ന ടീമുകളാണെങ്കിൽ നിങ്ങൾ ജന്മത്തിൽ വാങ്ങിക്കാൻ പോണില്ല. ഇതാകുമ്പോ വെച്ച് സ്മൃതി അടയാ. പോച്ചറുതാ ഇപ്പൊ വരാന്നും പറഞ്ഞ് ഒറ്റപ്പോക്ക് നീണ്ട 4 മണിക്കൂർ. കാഴ്ച ബംഗ്ലാവ് പോലെയാണ് കൊട്ടിയത്തെ ഹെൽപ്മേറ്റ്. ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നിങ്ങൾ ഈ കാണുന്ന അലിയാണ് അലി. ഇവനാണ് DRL അലി. നിങ്ങൾ കൊടുക്കുന്ന ഏത് ഹെഡ്ലൈറ്റും DRL കയറ്റാൻ ഇവ പ്രത്യേക കഴിവ്. വാങ്ങിച്ച സമയത്ത് ഇത് വർക്കിംഗ് ആയിരുന്നു. നമ്മുടെ ഒരു അനിയൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊന്ന് നോക്കി പഠിച്ചതാ. ഒടിഞ്ഞ് കയ്യിലിരുന്നു. ഡെലിവറിക്ക് കുഞ്ഞിനെ പുറത്തെടുക്കുന്ന ലാഘവത്തോടെയാണ് അലി ഈ സാധനത്തിനെ പുറത്തെടുക്കുന്നത്. ഏത് പഴയ നമ്മൾ ആന്റിന. ഇതാണ് ഗർഭപാത്രത്തിൽ നിന്നും പുറത്തെടുത്ത നമ്മൾ ഒറിജിനൽ ജപ്പാൻ ആന്റിന മോട്ടറും വിത്ത് ആന്റിന. 4 മണിക്കൂർ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ തത്തമ്മ കൂട്ടിക്കേറിയിരിക്കുകയാണ്. ഇതിലുള്ള ഒറ്റ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കൈ കൊണ്ട് ആരും പിടിച്ച് താക്കാതിരിക്കുക. താത്ത 3000 രൂപ ഊംഫി. ഹിയർ വി ഗോസ് അവർ ഫൈനൽ പാർട്ട്. വലിയ രീതിയിൽ അങ്ങ് ചിന്തിക്കാനും വേണ്ട. ഇതൊരു സാധാരണ ഷോ ക്വാളിറ്റി ഐറ്റമാണ്. വേണ്ടവർ ഫോളോ ചെയ്തിട്ട് DM. എക്സ്ട്രാ സ്വിച്ച് മുഖ്യം.